ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് 7ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ ഡോൾസ് ജേണി, ആ ചാപ്റ്ററിന്റെ ഒരു ഷോർട്ട് സമ്മറിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് പറയാം. ഓക്കെ, ഓക്കെ, നോക്കുക. ദിസ് ഹാർട്ട് ടച്ചിങ് സ്റ്റോറി ഫീച്ചേഴ്സ് ദ ഫേമസ് ഓതർ ഫ്രാൻസ് കാഫ്ക ആൻഡ് എ യങ് ഗേൾ ഹി മീറ്റ്സ് ഇൻ ദ ബെർലിൻ പാർക്ക്. അപ്പൊ ഇതൊരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയാണ്, ഒരു ഹൃദയസ്പർശിയായ ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ ഫ്രാൻസ് കാഫ്ക, ഒരു മഹാനായ എഴുത്തുകാരനാണ് ഫ്രാൻസ് കാഫ്ക. അതേപോലെ ആ ഫ്രാൻസ് കാഫ്ക പരിചയപ്പെടുന്ന ഒരു പെൺകുട്ടിയുമുണ്ട്, ഒരു യങ് ഗേളുമുണ്ട് ഈ ഒരു കഥയിൽ. ഇവർ രണ്ടുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ബെർലിൻ പാർക്കിൽ വെച്ചിട്ടാണ്. ഒരു പാർക്കിൽ വെച്ചിട്ടാണ് ഇവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഇത്രയുമാണ് ഈ കഥയെ പറ്റി നമുക്ക് ഫസ്റ്റ് ആയിട്ട് പറയേണ്ട കാര്യം. ഇനി നമുക്ക് നേരെ ഈ സ്റ്റോറിയിലേക്ക് പോവാം. സ്റ്റോറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. സോ ഞാൻ ഇതിന്റെ കളർ ഒന്ന് മാറ്റാം കേട്ടോ മക്കളെ. യെസ്, ബ്ലാക്ക് ആക്കാം അല്ലേ? യെസ്, നോക്കാം. കാഫ്ക ഫൈൻഡ്സ് എ യങ് ഗേൾ ക്രൈം. അപ്പൊ കാഫ്ക എന്ത് ചെയ്തു? ഒരു പെൺകുട്ടി, ഒരു വലിയ പ്രായമൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടി കരയുന്നത് കണ്ടു. ആ കരയാനുള്ള കാരണമാണ് പറയുന്നത്, ബിക്കോസ് ഷീ ഹാസ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പൊ ആ പെൺകുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു ഡോൾ, ഒരു പാവക്കുട്ടിയെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആ പെൺകുട്ടി കരയാനുള്ള കാരണം. ആഫ്റ്റർ ഫെയിലിംഗ് ടു ഫൈൻഡ് ഇറ്റ്. അപ്പോ പിന്നീട് ആ പാവക്കുട്ടിയെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ കുട്ടി ഒരുപാട് തപ്പി, എന്നിട്ടും ആ കുട്ടിക്ക് ആ ഒരു പാവക്കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് നമ്മുടെ കാഫ്ക, ഇവിടെ ഹി എന്ന് പറഞ്ഞ കാഫ്കയാണ്. ഹി കൺസോൾ എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക. കൺസോൾസ് ഹെർ ബൈ പ്രോമിസിങ് ടു ലുക്ക് അഗെയിൻ ദ നെക്സ്റ്റ് ഡേ. അപ്പോ കാഫ്ക ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. എങ്ങനെ? ആ കാഫ്ക പറഞ്ഞു, നമുക്ക് ഈ ഒരു പാവക്കുട്ടിയെ നാളെ കണ്ടെത്താമെന്ന് പറഞ്ഞ് ആ ഒരു പെൺകുട്ടീനെ എന്ത് ചെയ്യാണ്? സമാധാനിപ്പിക്കുകയാണ്. ടു ഈസ് ദ ഗേൾസ് ഗ്രീഫ്. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് കേട്ടോ മക്കളെ, ദുഃഖം. ഓക്കെ അല്ലെ? ദുഃഖമാണ്. അപ്പോ ഈ പെൺകുട്ടിയുടെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദുഃഖം കുറയ്ക്കാൻ വേണ്ടി, കാഫ്ക പ്രറ്റൻസ് ടു ഫൈൻഡ് എ ലെറ്റർ ഫ്രം ദ ഡോൾ. ഇപ്പൊ കാഫ്ക പ്രറ്റൻസ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, ടു ഫൈൻഡ് എ ലെറ്റർ ഫ്രം ദ ഡോൾ. അപ്പൊ കാഫ്ക ചെയ്ത പരിപാടി എന്താ വെച്ചാല്, കാഫ്ക ആ ഡോളിന്റെ അടുത്ത് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ഡോള് തന്ന ഒരു ലെറ്റർ പോലെ നമ്മുടെ ആ കുട്ടിക്ക് ഒരു ലെറ്റർ കൊടുക്കുകയാണ്. ശരിക്കും ഈ ലെറ്റർ കാഫ്ക എഴുതിയതാണ്, പക്ഷെ നമ്മുടെ ആ കാഫ്ക ആ കുട്ടിക്ക് ഈ ലെറ്റർ കൊടുക്കുന്നത് ആ ഡോള് തന്നയച്ചതാണെന്ന് പറഞ്ഞ രീതിയിൽ ആ ഒരു കുട്ടിക്ക് ഈ കത്ത് കൊടുക്കുകയാണ്. ദ ലെറ്റർ explains that the doll is simply away on a trip around the world and will write about her adventures. അപ്പൊ ആ കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാല്, ആ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്: ആ ഒരു പാവക്കുട്ടി അല്ലെങ്കിൽ ആ ഡോള് ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ട്രിപ്പിലാണ് ആ ഒരു ഡോൾ ഉള്ളതെന്ന് ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. പിന്നീട് ഫോർ സം ടൈംസ്, പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ട്, ദ ഗേൾ ഡിലൈറ്റ്സ് ഇൻ റിസീവിങ് റെഗുലർ ലെറ്റേഴ്സ് ഫ്രം ഹെർ ഡോൾ. അപ്പോ പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞപ്പോ നമ്മളുടെ ആ ഗേളിന്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ ഡോളിന്റെ അടുത്ത് ഒരുപാട് ലെറ്റർ കിട്ടാൻ തുടങ്ങി. ശരിക്കും ഈ ലെറ്റർ അയക്കുന്നത് കാഫ്കയാണ്, പക്ഷെ ആ കുട്ടിയുടെ വിചാരം എന്താണ്? ഈ കത്തൊക്കെ അയക്കുന്നത് ആ ഡോൾ ആണെന്നാണ് ആ കുട്ടിയുടെ വിചാരം. ഓക്കെ. ഒരുപാട് കത്തുകൾ ആ കുട്ടിക്ക് കിട്ടാൻ തുടങ്ങി. ആ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം നോക്കുക, ഡീറ്റെയിൽഡ്. കത്തിൽ എഴുതിയിരിക്കുന്നത് വിത്ത് സ്റ്റോറീസ് ഓഫ് വേരിയസ് അഡ്വഞ്ചേഴ്സ്. ആ ഒരു കത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളുടെ ആ ഒരു ഡോൾ നേരിട്ട്, അല്ലെങ്കിൽ ആ ഡോളിന് അനുഭവിച്ച ആ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആ യാത്രയുടെ ആ കാര്യങ്ങൾ, അതിനെയാണ് അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ആ അഡ്വഞ്ചേഴ്സ് ആണ് ആ ഒരു കത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ ആ ടൈം പാസസ്, പിന്നീട് ഒരുപാട്
കാലം കഴിഞ്ഞു, ഒരുപാട് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. ആൻഡ് ദ ഗേൾ ബിക്കംസ് മൂഡി. പിന്നീട് ആ ഗേളിന് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉഷാറൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങി. മൂഡി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഉഷാറ് കുറയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പിന്നീട് ആ കുട്ടിക്ക് ഉഷാറൊക്കെ കുറയാൻ തുടങ്ങി. കാഫ്ക റിയലൈസസ് ഹി കനോട്ട് കണ്ടിന്യൂ ദ ലെറ്റർ ഇൻഡെഫിനിറ്റ്ലി. അപ്പൊ നോക്കുക, കാഫ്ക റിയലൈസസ് ഹി കനോട്ട്. അപ്പൊ കാഫ്ക റിയലൈസ് ചെയ്തു. റിയലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിഞ്ഞു. എന്താ തിരിച്ചറിഞ്ഞത്? ഇങ്ങനെ ഇനി ഒരുപാട് കാലം കത്ത് എഴുതിയുകൊണ്ട് ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ ഇനി ഒരുപാട് കാലം കത്ത് എഴുതിയുകൊണ്ട് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല എന്ന് ആർക്ക് മനസ്സിലായി? നമ്മളുടെ കാഫ്കയ്ക്ക് മനസ്സിലായി. ഓക്കെ, യെസ്. നമുക്ക് നേരെ അടുത്ത പേജിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഭാഗമാണ്. അപ്പൊ ഇനി കാഫ്ക ചെയ്യുന്ന കാര്യം എന്താന്ന് നോക്കിക്കോളൂ കേട്ടോ. യെസ്, എല്ലാവരും നോക്കുക. കളർന്ന് മാറിട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ എ ഹാപ്പി എൻഡിങ്. അപ്പൊ ഈ കഥ അവസാനിക്കാനായി. അപ്പൊ ഈ കഥ അവസാനിക്കുമ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള എൻഡിങ് ആണ്, വളരെ സന്തോഷപൂർണമായിട്ടുള്ള ഒരു അവസാനമാണ് ഈ ഒരു കഥയിലുള്ളത്. നമുക്ക് നോക്കാം. ഹി എന്ന് പറഞ്ഞാൽ ആരാ? കാഫ്കയാണ്. ഹി റൈറ്റ്സ് എ ഫൈനൽ ലെറ്റർ എക്സ്പ്ലെയിനിങ് ദാറ്റ് ദ ഡോൾ ഹാസ് മീറ്റ് എ യങ് മാൻ ആൻഡ് ഈസ് ഗെറ്റിംഗ് മാരീഡ്. അപ്പോ കാഫ്ക നമ്മളുടെ കുട്ടിക്ക്, നമ്മളുടെ ആ യങ് ഗേളിന് ഒരു അവസാനമായിട്ട് ഒരു കത്ത് എഴുതി. ആ കത്തിൽ പറയുന്ന കാര്യം ഇതാണ്: നമ്മളുടെ ആ ഡോള് ഒരു യങ് മാനുമായിട്ട്, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളുമായിട്ട് കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ആ കത്തിൽ കാഫ്ക എഴുതി. ഓക്കെ, വൈൽ ദ ഗേൾ ഈസ് സാഡ് ഷീ കനോട്ട് റൈറ്റ് ബാക്ക് ഫോർ എ വൈൽ. അപ്പൊ നോക്കുക, ഇത് കേട്ടപ്പോ നമ്മളുടെ ആ പെൺകുട്ടിക്ക് ആദ്യം കുറച്ച് സങ്കടമൊക്കെ വന്നു. പിന്നീട് കുറച്ചു കാലത്തിന് നമുക്ക് ആ പെൺകുട്ടിക്ക് കത്തുകളൊന്നും തിരിച്ചു എഴുതാൻ കഴിഞ്ഞില്ല. അപ്പൊ പെൺകുട്ടി ഭയങ്കര സാഡാണ്. ആ പെൺകുട്ടിയുടെ ഡോള് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവൾക്ക് എന്താ പറയാ, വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കത്തുകൾ എഴുതാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷീ ഈസ് ഹാപ്പി ഫോർ ഹെർ ഡോൾസ് ന്യൂ ലൈഫ്. അപ്പൊ നമ്മളുടെ ആ ഒരു പാവക്കുട്ടിക്ക് പുതിയൊരു ജീവിതം കിട്ടി. അപ്പൊ പാവക്കുട്ടിക്ക് പുതിയൊരു ജീവിതം കിട്ടിയപ്പോൾ, അത് തിരിച്ചറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് അറിഞ്ഞപ്പോൾ, നമ്മളുടെ ആ ലിറ്റിൽ ഗേൾ, അല്ലെങ്കിൽ ആ യങ് ഗേള് ഹാപ്പി ആവാൻ തുടങ്ങി, അല്ലെങ്കിൽ ഹാപ്പി ആയി. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ പറയാനുള്ളത്. സോ ഇത്രയുമാണ് ഈ സ്റ്റോറിയിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ ദ ബൈ.